കൊല്ലം ചിതറയിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല നേരത്തെ പറഞ്ഞായിരുന്നു. ഭീകരമായ കേൾക്കുമ്പോൾ പേടിയുണ്ടാകുന്ന വാർത്തയാണ്. കുപ്പിച്ചില് കുടുങ്ങി തൊണ്ട മുറിഞ്ഞ കിളിത്തട്ട് സ്വദേശി ആശുപത്രിയിൽ ചികിത്സയും തേടി. ചിതറ NR ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിലാണ് കുപ്പിച്ചില് കണ്ടെത്തിയത്. സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്ത് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുപ്പിച്ചിലിൻ്റെ ചീള് എന്നൊക്കെ പറയുന്ന സാധനം ബിരിയാണി കിടക്കായിരുന്നു. അത് കഴിച്ച് തൊണ്ട മുറിഞ്ഞാളുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഈ ഹോട്ടൽ എത്ര നാളവിടെ ഉള്ള ഹോട്ടലാണ്? എങ്ങനെയാണ് കുപ്പിച്ചിലതിൽ വന്നത് എന്നാണ് ഹോട്ടലുകാർ പറയുന്നത്? സുജിത്ത്. ഹാഷ്മി, ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ചിതറ കിളിത്തട്ട് സ്വദേശിയും അതുപോലെ തന്നെ ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനുമായ സൂരജ് ഈ NR ഹോട്ടലിലെത്തി 4 ബിരിയാണി പൊതി വാങ്ങിയത്. 520 രൂപ കൊടുത്താണ് 4 ബിരിയാണി പൊതി വാങ്ങി വീട്ടിലേക്ക് എത്തിച്ചത്. ഗർഭിണിയായ ഭാര്യയ്ക്കും തന്റെ സഹോദരനും ഉൾപ്പെടെ ഈ ബിരിയാണി നൽകുകയും അവരും ബിരിയാണി കഴിച്ചു. സൂരജും ബിരിയാണി കഴിച്ചു. സൂരജ് കഴിച്ചുകൊണ്ടിരുന്ന ബിരിയാണി ഏതാണ്ട് പകുതിയോളം എത്തിയപ്പോഴാണ് വായ്ക്കുള്ളിൽ എന്തോ തടഞ്ഞത്. അത് ഈ ചിക്കന്റെ എല്ലായിരിക്കുമെന്ന് കരുതി കടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ അസ്വാഭാവികമായി എന്തോ അനുഭവപ്പെട്ടതോടുകൂടിയാണ് വായിൽ നിന്നും പുറത്തേക്ക് എടുത്തപ്പോൾ അതൊരു കുപ്പിച്ചില്ലാണെന്ന് മനസ്സിലാവുകയായിരുന്നു. ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. തൊണ്ട മുറിഞ്ഞിട്ടുണ്ട് സൂരജിന്റെ. ഒപ്പം തന്നെ ഈ കുപ്പിച്ചിലിന്റെ അംശം ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഉടൻ തന്നെ എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിച്ചു. പക്ഷേ ഉള്ളിലൊന്നും മുറിവുണ്ടെന്ന് കണ്ടില്ല. എങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള രക്തത്തിന്റെ അംശം കാണുകയാണെങ്കിൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ളവ ആവശ്യമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഈ സൂരജ് പോലീസിൽ പരാതി നൽകുകയും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് പരാതി നൽകുകയും ചെയ്തു. ഈ ഹോട്ടലിലെത്തി ഈ കാര്യം അറിയിച്ചപ്പോൾ ഹോട്ടലിലെ ഉടമയുൾപ്പെടെയുള്ളവർ വളരെ മോശമായി പെരുമാറിയെന്നും സൂരജ് പറയുന്നുണ്ട്. സൂരജ് ഈ ഹോട്ടലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുകയായിരുന്നു എന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത്. എങ്ങനെ ഈ കുപ്പിച്ചില്ല ഇതിനുള്ളിൽ വന്നത് എങ്ങനെയെന്ന് അറിയില്ല എന്നും പറയുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സൂരജ് കടക്കൽ പോലീസിലും ഒപ്പം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതിനടുത്ത് പ്രദേശത്ത് ആയിട്ട് നമ്മൾ ഒരു 300 കിലോ പഴകിയ കോഴിയിറച്ചി പിടികൂടിയത്. ഈ വാർത്ത സംഭവിച്ച സ്ഥലത്തിന് ഒട്ടുമൊന്നും അകലെയല്ലാതെ തന്നെയാണ് ഇത്തരത്തിലൊരു മറ്റൊരു സംഭവം ഹോട്ടലിലും ഉണ്ടായിരിക്കുന്നത്. ഹഷ്മി, എന്നാലും ഇത് പരാതിയുമായി മുന്നോട്ട് പോവുകയല്ലേ അവർ? ഇത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് പേടിയാവുന്ന ഒരു ദൃശ്യമാണ്. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള മുറിവേൽപ്പിക്കാൻ പറ്റിയ മൂർച്ചയുള്ള ഒരു കുപ്പിച്ചിലിൻ്റെ കഷ്ടമാണത്. ഹോട്ടൽ അധികൃതരോട് സംസാരിക്കാൻ പറ്റിയോ സുഹിത്ത്? എന്താ ഇങ്ങനെ ഇത്രത്തോളം ഉത്തരവാദിത്വമില്ലാതെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്നവർ പറയുന്നുണ്ടോ? അതെ ഹഷ്മി, തീർച്ചയായും ഇത് എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് ഈ ഹോട്ടൽ ജീവനക്കാരൊക്കെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം തീന്മേശകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്രയും വലിയൊരു കുപ്പിച്ചില് ഈ പാത്രം ഇതിനകത്ത് ഈ ബിരിയാണി ചെമ്പിലേക്ക് എത്തിയത് എങ്ങനെയെന്നും അല്ലെങ്കിൽ ഈ പ്ലേറ്റിലേക്ക് എത്തിയത് എങ്ങനെയെന്നും അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൃത്യമായ പരിശോധനയും ഈ കാര്യം ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടക്കം വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം നടത്തുകയും ഇത്തരത്തിലുള്ള ഹോട്ടലുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. ഇതുമായി ഈ ഹോട്ടലിലേക്ക് ഈ പരാതിയുമായി സൂരജ് എത്തുമ്പോൾ സൂരജിനോട് വളരെ മോശമായി ഹോട്ടൽ ഉടമ പെരുമാറിയെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടായ തെറ്റിനെ അവർ അക്സെപ്റ്റ് ചെയ്യാതെ ഈ പരാതിയുമായി എത്തുന്ന ആളുകളെ മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉള്ള പെരുമാറ്റം ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ വളരെ വലിയ ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. ഹഷ്മി, ഓക്കെ, ബിരിയാണിയിലെ കുപ്പിച്ചില് കണ്ടെത്തിയ വാർത്തയും അത് കേവലം കുപ്പിച്ചില് കണ്ടെത്തുക മാത്രമല്ല അത് കൊണ്ട ഒരാളുടെ തൊണ്ട മുറിഞ്ഞ കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ. അതെന്തായാലും ഭീകരമായ വാർത്തയാണ്. ആ ഹോട്ടൽ ഇനി ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലാതെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും എന്നാണെങ്കിൽ ആ ഹോട്ടൽ അവിടെ പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കില്ല. അതല്ല, ഹോട്ടലിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ 100% ഇനി ഈ സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം അധികൃതർ ആ ഹോട്ടലിന് മുന്നോട്ടേക്കുള്ള നടത്തിപ്പ് ഉറപ്പിക്കാൻ എന്ന കാര്യം കൂടി അപേക്ഷിക്കുകയാണ്.